അപ്പോ ഇ.സി.ജി. വ്യാഖ്യാനത്തിന്റെ രണ്ടാം ഭാഗത്തിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. പാർട്ട് 1 നമ്മൾ ബേസിക്സ് എല്ലാം കവർ ചെയ്തു അല്ലേ? ഇനി നമ്മൾ കടക്കാൻ പോകുന്നത് ഹൃദയത്തിന്റെ ഉള്ളറകളിലേക്ക് വെളിച്ചം വീശുന്ന ഏറ്റവും നിർണായകമായ അടുത്ത 4 സ്റ്റെപ്പുകളിലേക്കാണ്. ശരി, നമുക്ക് നേരെ കാര്യത്തിലേക്ക് കടക്കാം. ഈ 4 ഘട്ടങ്ങളിലാണ് ഒരു സാധാരണ ഇ.സി.ജിയും ഒരു എമർജൻസിയും തമ്മിലുള്ള വ്യത്യാസം നമ്മൾ ശരിക്കും തിരിച്ചറിയാൻ പോകുന്നത്. അതുകൊണ്ട് നല്ലപോലെ ശ്രദ്ധിച്ചിരിക്കുക. ഓക്കെ, നമ്മുടെ 5ാമത്തെ ഘട്ടം ടൈമിംഗ് ഇന്റർവെലുകൾ. ലളിതമായി പറഞ്ഞാൽ ഹൃദയത്തിന്റെ സ്വന്തം ക്ലോക്ക് ടിക് ടിക് എന്ന് കൃത്യമായി തന്നെയാണോ അടിക്കുന്നത് എന്ന് നമ്മൾ പരിശോധിക്കാൻ പോവുകയാണ്. ഇതൊരു വളരെ പ്രധാനപ്പെട്ട ചെക്ക് പോയിന്റാണ്. അപ്പൊ ആദ്യം തന്നെ PR ഇന്റർവെൽ. ഇത് ഹൃദയത്തിന്റെ മുകളിലത്തെ അറയിൽ നിന്ന് താഴത്തെ അറയിലേക്ക് ഇലക്ട്രിക്കൽ സിഗ്നൽ എത്താനെടുക്കുന്ന സമയമാണ്. നോർമൽ വാല്യൂ 0.20 സെക്കൻഡിൽ താഴെയായിരിക്കണം. ഇനി ഈ സമയം കുറവാണെങ്കിലോ? അതിനർത്ഥം സിഗ്നലുകൾക്ക് എങ്ങോട്ടോ ഒരു ഷോർട്ട്കട്ട് ഉണ്ടെന്നാണ്. അതിനെയാണ് നമ്മൾ പ്രീ എക്സൈറ്റേഷൻ എന്ന് പറയുന്നത്. ഇനി സമയം കൂടുതലാണെങ്കിലോ? സിഗ്നൽ യാത്രയിൽ ഒരു ചെറിയ ബ്ലോക്ക് അഥവാ കാലതാമസമുണ്ടെന്ന് മനസ്സിലാക്കാം. അതാണ് ഫസ്റ്റ് ഡിഗ്രി AV ബ്ലോക്ക്. അടുത്തതായി നമ്മൾ നോക്കുന്നത് QRS ഡ്യൂറേഷനാണ്. അതായത് ഹൃദയത്തിന്റെ താഴത്തെ അറകൾ ഒരുമിച്ച് പ്രവർത്തിക്കാൻ എത്ര സമയമെടുക്കുന്നു എന്നത്. ഇതെപ്പോഴും 0.12 സെക്കൻഡിൽ കുറവായിരിക്കണം. ഇനി ഒരു QRS വീതി കൂടിയിട്ടുണ്ടെങ്കിൽ അത് ചിലപ്പോൾ ഹൃദയത്തിലെ ഇലക്ട്രിക്കൽ വയറിംഗിലെ ബ്ലോക്കുകളെ, അതായത് ബണ്ടിൽ ബ്രാഞ്ച് ബ്ലോക്കിനെ സൂചിപ്പിക്കാം. ചിലപ്പോൾ രക്തത്തിൽ പൊട്ടാസ്യത്തിന്റെ അളവ് കൂടിയാലും ഇങ്ങനെ സംഭവിക്കാം. ഇനി QTC ഇന്റർവെൽ. ഇത് ഹൃദയമിടിപ്പിന്റെ വേഗത അനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്ത ഒരു വാല്യൂ ആണ്. പുരുഷന്മാരിൽ ഇത് 450 മില്ലിസെക്കൻഡിൽ താഴെയും സ്ത്രീകളിൽ 460 താഴെയും ആയിരിക്കണം. ഈ സമയം കൂടുന്നത്, അതായത് ഒരു പ്രൊലോങ്ഡ് QTC, വളരെ അപകടകരമായ ഒരു റെഡ് ഫ്ലാഗാണ്. കാരണം അത് എപ്പോ വേണമെങ്കിലും ജീവന് ഭീഷണിയാകുന്ന തരത്തിലുള്ള താളപ്പിഴകളിലേക്ക് നയിച്ചേക്കാം. അപ്പോ ചുരുക്കി പറഞ്ഞാൽ എന്താണ്? ഹൃദയത്തിന്റെ ഈ ടൈമിംഗ് കൃത്യമായി മനസ്സിലാക്കുക എന്നത് ഒരു കാർഡിയാക് എമർജൻസി തിരിച്ചറിയുന്നതിലെ ആദ്യത്തെയും ഏറ്റവും പ്രധാനപ്പെട്ടതുമായ ഒരു പടിയാണ്. ശരി, നമുക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് പോകാം. ഘട്ടം 6, P വേവ്സ്. P വേവ്സ് എന്ന് പറയുന്നത് ഹൃദയത്തിന്റെ മുകളിലത്തെ അറകളായ ഏട്രിയയുടെ കഥയാണ് നമുക്ക് പറഞ്ഞു തരുന്നത്. അപ്പോ ഈ P വേവ്സ് ഒരു കഥ പറയുന്നുണ്ടോ? തീർച്ചയായുമുണ്ട്. ഓരോ P വേവിനും ഏട്രിയയുടെ പ്രവർത്തനത്തെക്കുറിച്ച് വ്യക്തമായൊരു കഥ പറയാനുണ്ട്. ആ കഥ ശരിയാണോ എന്ന് കണ്ടെത്താൻ നമുക്ക് സിമ്പിളായൊരു ചെക്ക് ലിസ്റ്റ് ഉപയോഗിക്കാം. അപ്പോ എന്തൊക്കെയാണ് നമ്മൾ നോക്കേണ്ടത്? ഒന്നാമതായി, P വേവ്സ് അവിടെയുണ്ടോ? ഉണ്ടെങ്കിൽ അത് ലീഡ് 2ൽ മുകളിലേക്കും AVRൽ താഴേക്കുമാണോ? പിന്നെ ഓരോ ഹൃദയമിടിപ്പിനും, അതായത് ഓരോ QRS കോംപ്ലക്സിനും മുൻപായി ഒരൊറ്റ P വേവ് മാത്രമേ പാടുള്ളൂ. ഇത്രയും കാര്യങ്ങൾ ഓക്കെയാണോ എന്ന് നോക്കുക. ഇനി പറയാൻ പോകുന്നത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. ഒരു ഇ.സി.ജിയിൽ നിങ്ങൾക്ക് P വേവ്സ് കാണാനേയില്ല, ഒപ്പം ഹൃദയമിടിപ്പ് ക്രമരഹിതവുമാണെങ്കിൽ അത് ഏട്രിയൽ ഫൈബ്രിലേഷൻ എന്ന കണ്ടീഷനാകാനാണ് എല്ലാ സാധ്യതയും. ഇത് മനസ്സിൽ ഉറപ്പിച്ചോളൂ. അപ്പോ നമ്മളിനി കടക്കുന്നത് ഇ.സി.ജി റീഡിംഗിലെ ഏറ്റവും ക്ലൈമാക്സ് ഭാഗത്തേക്കാണ്. ഹൃദയാഘാതം, ഹൃദയപേശികളിലേക്കുള്ള രക്തയോട്ടക്കുറവ്, പിന്നെ ശരീരത്തിലെ ഇലക്ട്രോലൈറ്റ് വ്യതിയാനങ്ങൾ. ഇതിന്റെ ഒക്കെ സൂചനകൾ ഒഴിഞ്ഞിരിക്കുന്നത് ഇവിടെയാണ്. ഓർക്കുക, എസ്കീമിയയും അതുപോലെ തന്നെ അപകടകരമായ അരിത്മിയകളും കണ്ടെത്താനുള്ള താക്കോൽ എന്ന് പറയുന്നത് ഈ ഒരു ഘട്ടമാണ്. അതുകൊണ്ട് നമുക്ക് കൂടുതൽ ശ്രദ്ധിക്കാം. നോക്കൂ, ഇത് വളരെ സിമ്പിളാണ്. ST സെഗ്മെന്റ് ബേസ് ലൈനിൽ നിന്ന് മുകളിലേക്ക് ഉയർന്നിട്ടുണ്ടെങ്കിൽ, അതായത് ST എലിവേഷൻ ഉണ്ടെങ്കിൽ, അത് ഒരു ഹാർട്ട് അറ്റാക്കിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു സൂചനയാണ്. നേരെ മറിച്ച് അത് താഴോട്ടാണെങ്കിലോ ST ഡിപ്രഷൻ, ഇസ്കീമിയയാണ് സാധാരണയായി സൂചിപ്പിക്കുന്നത്. ഇനി T വേവ്സ്. ഇത് നമ്മുടെ ബ്ലഡിലെ പൊട്ടാഷ്യം ലെവലിന്റെ ഒരു ഇൻഡിക്കേറ്റർ പോലെയാണ്. T വേവ്സിന് നല്ല ഉയരമുണ്ടെങ്കിൽ അത് പൊട്ടാഷ്യം കൂടിയതിനെ, അതായത് ഹൈപ്പർ കലീമിയയെ കാണിക്കുന്നു. ഇനി T വേവ്സ് പരന്നാണെങ്കിൽ അത് പൊട്ടാഷ്യം കുറഞ്ഞതിന്റെ, അതായത് ഹൈപ്പോകലീമിയയുടെ ലക്ഷണമാണ്. ഇനി QRS കോംപ്ലക്സിലെ മറ്റു ചില കാര്യങ്ങൾ കൂടി പെട്ടെന്ന് നോക്കാം. ഉയരമുള്ള ഒരു QRS ഹൃദയപേശികൾക്ക് കട്ടി കൂടിയതിന്റെ ലക്ഷണമാകാം. ആഴത്തിലുള്ള Q വേവ്സ് ഒരുപക്ഷേ മുൻപെപ്പോഴോ സംഭവിച്ച ഒരു ഹൃദയാഘാതത്തിന്റെ അടയാളമായിരിക്കാം. വീതിയേറിയ QRSനെക്കുറിച്ച് നമ്മൾ നേരത്തെ സംസാരിച്ചല്ലോ. ഇനി നമ്മുടെ അവസാനത്തെ സ്റ്റെപ്പ്. ഇതൊരു പ്രോ ടിപ്പാണെന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഇതുവരെ കണ്ടെത്തിയ കാര്യങ്ങളെല്ലാം ഒരുമിച്ച് ചേർത്ത് ഒരു കംപ്ലീറ്റ് പിക്ചർ നൽകാൻ സഹായിക്കുന്നത് ഈ ഒരു നിയമമാണ്. പലരും ഇത് ശ്രദ്ധിക്കാറില്ല,
പക്ഷേ ഏറ്റവും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ളവർക്ക് ഇതിന്റെ വിലയറിയാം. കാരണം ഈയൊരു ലളിതമായ കാര്യം നമ്മുടെ രോഗനിർണയത്തിന്റെ കൃത്യതയെ വലിയ രീതിയിൽ സ്വാധീനിക്കും. അപ്പോ കയ്യിലൊരു പുതിയ ECG കിട്ടുമ്പോൾ ഒരു പഴയ ECG കൂടി ഉണ്ടെങ്കിൽ നമ്മൾ സ്വയം ചോദിക്കേണ്ട 2 ചോദ്യങ്ങളുണ്ട്. ഇപ്പോൾ കാണുന്ന ഈ QRSലെ മാറ്റം പുതിയതാണോ? അല്ലെങ്കിൽ ഈ ST സെഗ്മെന്റിലെ വ്യത്യാസം ഇപ്പോൾ സംഭവിച്ചതാണോ? കാരണം എന്താണെന്ന് വെച്ചാൽ പുതിയതായി കാണുന്ന മാറ്റങ്ങൾ എപ്പോഴും നിലവിൽ ആക്റ്റീവായിട്ടുള്ള ഒരു ഹൃദയപ്രശ്നത്തെയാണ് സൂചിപ്പിക്കുന്നത്. ഒരു പഴയ ECG നമുക്ക് ഒരു ബേസ് ലൈൻ തരുന്നു. അതിൽ നിന്നുള്ള മാറ്റം പുതിയതാണോ അതോ പഴയതാണോ എന്ന് തിരിച്ചറിയാൻ ഇത് സഹായിക്കും. ശരി, അപ്പൊ നമ്മൾ കവർ ചെയ്ത 4 സ്റ്റെപ്പുകൾ ഒന്നുകൂടി ഓർത്തെടുക്കാം. 1. ഇന്റർവെല്ലുകൾ നോക്കി ടൈമിംഗ് പരിശോധിച്ചു. 2. P വേവ്സ് പറയുന്ന കഥ കേട്ടു. 3. QRS, ST, T വേവ്സിലെ അപകട സൂചനകൾ കണ്ടെത്തി. 4. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, പുതിയ ECGയെ പഴയതുമായി താരതമ്യം ചെയ്തു. അപ്പോ ഈ 8 സ്റ്റെപ്പുകളും ഒരുമിച്ച് ചേരുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു കോൺഫിഡൻസ് ഉണ്ട്. മിക്കവാറും എല്ലാ ECGകളും നല്ല ആത്മവിശ്വാസത്തോടെയും കൃത്യതയോടെ വായിക്കാനുള്ള ഒരു കഴിവ് നിങ്ങൾക്കുണ്ടാകും. അപ്പോ ചോദ്യം ഇതാണ്, ഈ 8 സ്റ്റെപ്പുകളും നിങ്ങളുടെ കയ്യിലുണ്ട്. അടുത്തതായി നിങ്ങൾ കാണുന്ന ECGയിൽ നിന്ന് എന്ത് പുതിയ കാര്യമായിരിക്കും നിങ്ങൾ കണ്ടെത്താൻ പോകുന്നത്? നിങ്ങളുടെ പഠനം തുടരുക, പുതിയ കണ്ടെത്തലുകൾ നടത്തുക.